പല്ലെടുത്തു കഴിഞ്ഞ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമ്മളൊരു വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. സോ അതിനെ സംബന്ധിച്ച് ചിലർക്കുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാതിരിക്കാം പല്ലെടുത്തു കഴിഞ്ഞ്. പല്ലെടുത്ത ദിവസം നിങ്ങൾ സോഫ്റ്റ് ഫുഡുകൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. കട്ടിയുള്ള ഫുഡുകളാണ് അവോയ്ഡ് ചെയ്യുക. കഞ്ഞി കുടിക്കാം, അത് ചൂടോടുകൂടിയല്ല, ഇളം ചൂട് അല്ലെങ്കിൽ തണുത്ത കഞ്ഞിയാണ് ഏറ്റവും നല്ലത്. സ്ട്രോ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, സ്ട്രോ ഉപയോഗിച്ച് നിങ്ങൾ സക്ക് ചെയ്ത് കുടിക്കുമ്പോൾ ബ്ലഡ് ക്ലോട്ടുകൾ പോകുകയും തത്ഫലമായിട്ട് ഡ്രൈ സോക്കറ്റ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാകുന്നതിന് കാരണമാകും. അത് ഇച്ചിരി വേദനയുള്ളതാണ്. അതുപോലെ ഹോട്ട് ആൻഡ് സ്പൈസി ഫുഡ്സ് കഴിക്കരുത്. കാരണം അവിടെ എന്തുണ്ട്, ഒരു മുറിവുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കെയർ എടുക്കണം. അതുപോലെ 12 to 24 hours നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, എക്സസൈസസുകൾ അവോയ്ഡ് ചെയ്യുക. ബോഡിക്ക് റെസ്റ്റ് ആവശ്യമാണ്. ബെഡ് റെസ്റ്റ് എന്നല്ല, പക്ഷേ ഒരുപാട് നമ്മൾ എക്സസൈസുകളും കാര്യങ്ങളും ചെയ്യാതിരിക്കുക. 24 hours നമ്മൾ ഒന്ന് റെസ്റ്റ് എടുക്കുക. അത് കാരണം ഒരു ടൂത്ത് എക്സ്ട്രാക്ഷൻ കഴിഞ്ഞ് ബോഡി വീക്കായിരിക്കും. ഇത്രയും പ്രഷറും ഒക്കെ എടുത്തതല്ലേ. അപ്പോൾ അതിൻ്റെ കൊണ്ടൊരു റെസ്റ്റ് ബോഡിക്ക് ആവശ്യമാണ്. പിന്നെ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻ ആണോ നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അത് ഫോളോ ചെയ്യണം. അതായത് ഐസ് കഴിക്കുക, ചൂട് വെക്കാതിരിക്കുക, ഉപ്പുവെള്ളം പിടിക്കുക, അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. എക്സസീവ് ബ്ലീഡിങ് നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെയിൻ ഉണ്ടെങ്കിൽ അതൊരിക്കലും ഇഗ്നോർ ചെയ്യരുത്. ഇത് നോർമലാണെന്ന് കരുതരുത്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളൊരു കൺസൾട്ടൻറ്റിനെ അല്ലെങ്കിൽ ഡെൻറ്റിസ്റ്റിനെ പോയി കാണേണ്ടത് അത്യാവശ്യമാണ്. അതായത് എക്സ്ട്രാക്ഷൻ കഴിഞ്ഞ് വീട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡ് സേഫ് അല്ല. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുടെ